തുടരും വേഴ്സസ് കളങ്കാവൽ. എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതൊരു ഫാൻ ഫൈറ്റിന് വേണ്ടിയുള്ള വീഡിയോ അല്ലടേ. കാരണം എന്നറിയാമോ, ഇത് തുടരും ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഗംഭീര വിജയമായി, ഗംഭീര ചിത്രം, എല്ലാം കൊണ്ട് ഗംഭീര ചിത്രം. കളങ്കാവൽ ഇറങ്ങി കഴിയുമ്പോൾ തുടരും നേടിയ 250 കോടി ചെയ്യാൻ വെല്ലുവിളിക്കുന്നു. പറ്റുമോ മമ്മൂട്ടി ഫാൻസ്? അല്ലെങ്കിൽ മമ്മൂട്ടി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം അറിയോ, തുടരും എന്ന് പറയുന്നത് എക്കാലത്തെ മികച്ച എന്റർടൈനറാണ്. ഗംഭീര പാട്ടുകൾ, ഗംഭീര ഫൈറ്റ്, ഗംഭീര ഡയലോഗ്, ഫാമിലി ഓഡിയൻസ് വേണ്ടതെല്ലാം എല്ലാവർക്കും കാണാൻ പറ്റും. ഗംഭീര വിഷ്വൽസ്, എന്ത് രസമാണ് ആ പടം കാണാൻ. ആ ഒരു രീതിയിൽ എല്ലാ രീതിയിലും എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന തുടരും ഒരിക്കലും കമ്പാരിസൺ അല്ല. കളങ്കാവൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേര്, മമ്മൂട്ടി, വിനായകൻ, സംവിധായകൻ, പുത്തൻ സംവിധായകൻ, 1, 2, 3 ആർട്ടിസ്റ്റുകൾ. വലിയ ഫാസ്റ്റ് പേസിലൊന്നും പോകുന്ന പടമല്ല. സ്ലോ പേസിനും ഒരു മിഡ് പേസിൽ പോകുന്നൊരു സിനിമ. ഒറ്റ പാട്ടില്ല, ഒറ്റ ആക്ഷൻ ഇല്ല, അങ്ങനെ ആക്ഷൻ സീക്വൻസുകളൊന്നും ഇല്ല, വലിയ ഡയലോഗ് ഡെലിവറിയില്ല, വൺ ലൈനർ ഇല്ല, അങ്ങനെ ഒന്നും ഇല്ലാത്ത സിനിമ. ആ സിനിമ ഈ സിനിമയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുന്നതാണ്, ഒരു ഫാൻ ഫൈറ്റിന് വേണ്ടി ഒന്നും അല്ല, ഇതിങ്ങനെ തുടരുക തന്നെയും. രാജമാണിക്യവും നമ്മുടെ 2005 തോന്നുന്നു തന്മാത്രയും റിലീസ് ചെയ്തു. തന്മാത്ര എനിക്ക് എക്കാലത്ത് ഇഷ്ടപ്പെട്ട മോഹൻലാലിൻ്റെ ഒരു 5 സിനിമകളിലൊന്നാണ്. ഗംഭീര സിനിമ. ഇറങ്ങുമ്പോഴേ നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് അൽഷിമേഴ്സ് ഉണ്ടെന്ന് തോന്നിക്കുന്ന മോഹൻലാലിൻ്റെ അതുല്യ പ്രകടനമാണ്. പക്ഷേ അതിന് ഏതാനും മാസം അല്ലെങ്കിൽ ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങൾക്ക് മുമ്പായിരിക്കും രാജമാണിക്യം ഇറങ്ങി. രാജമാണിക്യം തന്മാത്രയും കമ്പയർ ചെയ്യാൻ പറ്റൂ? ഇല്ല. തന്മാത്ര ഗംഭീരമായിട്ട് മോഹൻലാൽ അഭിനയിച്ചു. മറ്റേത് പക്ക എന്റർടൈൻമെന്റ്. പാട്ട്, ഒറ്റ പാട്ടുകളിൽ പാട്ട് സൂപ്പർ, തിരുവനന്തപുരം സ്ലാങ്, കോമഡി, ആക്ഷൻ എല്ലാം ചേർന്നുള്ള ടപ്പ പാടം. അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഈ കളങ്കാവലിനൊപ്പം മോഹൻലാലിൻ്റെ ഒരു അഭിനയ സാധ്യതയുള്ള സിനിമ എനിക്ക് തോന്നിയിട്ടുണ്ട്. മോഹൻലാൽ അടുത്ത കാലത്തൊന്നും അഭിനയ സാധ്യതയുള്ള സിനിമകൾക്ക് സെലക്ട് ചെയ്യാൻ വലിയ കാണിച്ചിട്ടില്ല. മമ്മൂട്ടി നേരെ തിരിച്ചാണ്. എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സിനിമകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കൂടുതൽ അഭിനയ സാധ്യതയുള്ള സിനിമയാണ്. രണ്ടുപേരും രണ്ട് വഴിക്ക് പൊക്കോട്ടെ, അത് തന്നെയല്ലേ നമുക്ക് നല്ലത്. അവർക്ക് ഇഷ്ടമുള്ള സിനിമ അവരൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലേ മികച്ച ലോകോത്തര നടന്മാരാണ്. ഇനി എന്ത് ആണ് അവർ തെളിയിക്കേണ്ടത്? രണ്ടുപേരും രണ്ട് വഴിക്ക് പോട്ടെ, അത് തന്നെയാണ് പക്ക. അന്നേരം മമ്മൂട്ടി മോഹൻലാൽ എന്നും നമ്മുടെ ഇതില്ലേ, നമ്മുടെ മുത്തുകളാണ്. അവരവരുടെ രീതിക്ക് പോവുക, നമ്മളവരെ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ചെയ്തു വെച്ചേക്കുന്ന അതുപോലുള്ള ഐറ്റങ്ങളാണ്. അന്നേരം അവരവരുടെ യാത്ര തുടരട്ടെ.